സമ്പത്ത് നന്നായി കൂടണം എന്ന് ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഇല്ലല്ലോ. നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹമില്ലേ? എങ്കിലൊരു ഒറ്റമൂലിയുണ്ട്, ആത്മീയമായ ഒറ്റമൂലിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണം തരുന്നവൻ അല്ലാഹു അല്ലേ? സമ്പത്ത് അധികരിപ്പിക്കുന്നവനും അല്ലാഹു അല്ലേ? എന്നാൽ അല്ലാഹുവിനോട് നമുക്ക് ചോദിക്കാമല്ലോ ഒരു ആത്മീയമായ ഒറ്റമൂലി. ഏറ്റവും ചോദിക്കാൻ നല്ലത് അല്ലാഹുവിനോടാണല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും സുബ്ഹിക്ക് മുൻപ് നിങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന തസ്ബീഹ് എന്ന ദിക്ർ 100 തവണ നിങ്ങൾ ചൊല്ലുക. എത്ര തവണ? 100 തവണ ചൊല്ലുക. എന്നിട്ട് സുബ്ഹിക്ക് മുൻപ് ഈ തസ്ബീഹ് 100 തവണ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് 2 കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി, തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാകും, ഒതുവോടുകൂടിയായിരിക്കും, മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട്, അള്ളാഹുവേ നിന്റെ ഖജനാവ് വിശാലമല്ലേ, നീ എനിക്ക് നല്ല സമ്പത്ത് തരണേ എന്ന് മനസ്സറിഞ്ഞ് ചോദിക്കുക. ഹലാലായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സമ്പത്ത്. മനസ്സറിഞ്ഞ് നിങ്ങൾ ദുആ ചെയ്ത് ദുആ സ്വീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് സമ്പത്ത് കൂടാൻ അത് കാരണമാകും. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ വർധനവ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.